രാജ്യസഭാ സീറ്റിൽ ധാരണയിലെത്താനായി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം LDF യോഗം ചേരും. ഇന്ന് ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനം. LDF യോഗത്തിന് മുന്നോടിയായി തിങ്കളാഴ്ച രാവിലെ പ്രത്യേക സെക്രട്ടേറിയറ്റ് യോഗവും ചേരുന്നുണ്ട്. വിവരങ്ങളുമായി MK വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, വിവരങ്ങൾ. തീർച്ചയായും ആതിര, നമുക്കറിയാം രാജ്യസഭാ സീറ്റിലാണ് ഇപ്പോൾ LDFിനുള്ളിൽ വലിയ തർക്കം രൂപപ്പെട്ടിട്ടുള്ളത്. ആ സാഹചര്യം കൂടി വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യത്തെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് AKG സെൻട്രലിൽ നടക്കുന്നത്. ഈ യോഗത്തിൽ വന്ന ചർച്ചയിൽ ഉണ്ടായ തീരുമാനമാണ് അടുത്ത LDF യോഗം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം ചേരുകയാണ്. ഈ യോഗത്തിൽ രാജ്യസഭാ സീറ്റ് CPIക്കാണോ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനാണോ നൽകേണ്ടത് എന്നുള്ള കാര്യത്തിൽ ധാരണയിലെത്താം എന്നുള്ള ഒരു ചർച്ചയാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇതുകൂടാതെ തിങ്കളാഴ്ച രാവിലെ CPMന്റെ അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗവും ചേരുന്നുണ്ട്. അതിനുശേഷമാകും LDF യോഗം ചേരുക. എന്തായാലും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വലിയ തലവേദനയാവുകയാണ് രാജ്യസഭാ സീറ്റ്. നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ CPIയും കേരള കോൺഗ്രസ് മാണി വിഭാഗവും ഈ സീറ്റിനായി ഒരേപോലെ അവകാശവാദം ഉന്നയിക്കുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനമായി RJD സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ് കുമാറും രാജ്യസഭാ സീറ്റ് RJDക്കും അവകാശപ്പെട്ടതാണ് എന്നുള്ള നിലയിലുള്ള ശക്തമായ ആവശ്യം LDFിൽ ഉന്നയിച്ചിട്ടുണ്ട്. അതിൻ്റെ നേതാക്കളെ അറിയിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. NCPയും സമാനമായ നിലയിൽ ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സീറ്റിന് വേണ്ടി പ്രധാനപ്പെട്ട 4 ഘടകകക്ഷികൾ തമ്മിലടിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് തിങ്കളാഴ്ച അടിയന്തരമായി LDF യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുള്ളത്. ആതിര, ശരി, വ്യക്തമാണ്. രാജ്യസഭാ സീറ്റിൽ ധാരണയിലെത്താനായി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം LDF യോഗം ചേരും. ഇന്ന് ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനം. LDF യോഗത്തിന് മുന്നോടിയായി തിങ്കളാഴ്ച രാവിലെ പ്രത്യേക സെക്രട്ടേറിയറ്റ് യോഗവും ചേരുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു MK വിനോദ്.